നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ കടന്നുവരവ് യുദ്ധഗതികളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യാന്തര കപ്പൽപാതകളെ സംരക്ഷിക്കുന്നതിനുമായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിക്കുന്നു. സൗദി പ്രതിരോധ മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക മേധാവികളും സൗദിയിലെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തു. യോഗത്തിലേക്ക് ക്ഷണിച്ചത് 51 രാജ്യങ്ങളെ. ഇവരിൽ 43 പേർ യോഗത്തിൽ പങ്കെടുത്തു. ആഗോളതലത്തിൽ വലിയ പിന്തുണയാണ് ഈ നീക്കത്തിന് ലഭിക്കുന്നത്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലടക്കം അന്താരാഷ്ട്ര പ്രതിരോധ സഖ്യം ഉയർന്നു വരുമെന്ന് വ്യക്തം. വാണിജ്യ കപ്പലുകൾ, ഊർജ്ജ ടാങ്കറുകൾ, സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ പ്രതിരോധിക്കുകയാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യം. ആഗോള വ്യാപാരത്തിനും വിതരണ ശൃംഖലയ്ക്കും വലിയ ഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ നടത്തുന്ന ആക്രമണങ്ങൾ. മറുവശത്ത് ഹൂതികളുടെ നേതൃത്വത്തിൽ ചെങ്കടലിലും അതിശക്തമായ ആക്രമണങ്ങൾ പല സമയങ്ങളിലും നടക്കുന്നു. ബാബ് അൽ മന്ദബ് കടലിടുക്ക്, ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ എന്നീ തന്ത്രപ്രധാന മേഖലകളിലെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് പ്രതിരോധ സഖ്യത്തിന്റെ ലക്ഷ്യം. പ്രതിരോധ സഖ്യത്തിന്റെ ആസ്ഥാനം സൗദി അറേബ്യയിൽ സ്ഥാപിക്കുന്നതടക്കമുള്ള ഭരണപരമായ ഘടനയും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും യോഗം വിലയിരുത്തി. ഇതിനിടയിൽ 14 രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സഖ്യത്തിൽ അണിനിരന്നു. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, ജോർദാൻ, യമൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂത്തി, സൊമാലിയ എന്നീ രാജ്യങ്ങളാണവ. സഖ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കായി തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ സഖ്യം ഔദ്യോഗികമായി നിലവിൽ വരും. അമേരിക്കൻ പിന്തുണയോടെയാണ് ഇത്തരമൊരു പ്രതിരോധ സഖ്യം ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഇറാൻ US സംഘർഷങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായാണ് ഇക്കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പരസ്യമായി യുദ്ധമുന്നണിയിലേക്ക് കടന്നു വന്നത്. സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും നേരെ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ ആക്രമണമുണ്ടായി ഇക്കഴിഞ്ഞ ദിവസം. ഏകദേശം 30ഓളം ഡ്രോൺ ആക്രമണങ്ങൾ. ഇതിനു മറുപടിയായി US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് സൗദി അറേബ്യ ഇറാഖിലെ ഇറാൻ സായുധ മിലിഷ്യകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമാണ് തങ്ങൾ സ്വീകരിച്ചത് എന്ന് തുടർന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. അമേരിക്കയ്ക്കൊപ്പം യുദ്ധമുന്നണിയിലേക്ക് സൗദി അറേബ്യ കൂടി ചേർന്നത് ഇറാനെ ആശങ്കയിലാഴ്ത്തി. സൗദിക്കൊപ്പം മറ്റ് ചില രാജ്യങ്ങൾ കൂടി യുദ്ധമുന്നണിയിലേക്ക് പരസ്യമായി കടന്നുവരും എന്ന പ്രതീതി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ ശക്തമായിരുന്നു. തങ്ങളുടെ കടന്നുവരവോടെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ താൽപ്പര്യമില്ല എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. എന്നാൽ ഹോർമുസ് കടലിടുക്കിലടക്കം കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ശക്തമായ ഒരു പ്രതിരോധ മുന്നണിക്ക് സൗദി അറേബ്യ അന്നേ പദ്ധതിയിട്ടു. യമനിലെ ഹൂതി വിമതർ സൗദി കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഒരു ഉപരോധം പ്രഖ്യാപിച്ചു. തുടർന്നാണ് സൗദി എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടർന്നത്. തിരിച്ചടിയായി യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖ നഗരത്തിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി ശക്തമായ ആക്രമണം നടത്തി. അമേരിക്കൻ പിന്തുണയോടെയാണ് സൗദി അറേബ്യയുടെ പ്രത്യാക്രമണം. മറുവശത്ത് യമനിൽ ഹൂതികൾക്കെതിരെ ഒരു കരസേന നീക്കത്തിനുള്ള ഒരുക്കവും സൗദി അറേബ്യ തുടക്കമിട്ടു. ആക്രമണം പിന്നീട് വെടിനിർത്തൽ. ഇതാണ് എപ്പോഴും ട്രംപ് പിന്തുടരുന്ന യുദ്ധശൈലി. 60 ദിവസ വെടിനിർത്തൽ കരാർ തുടരവെ അപ്രതീക്ഷിതമായി ഇറാന്റെ ഭാഗത്തു നിന്ന് ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ. ഇതിനു മറുപടിയായി രൂക്ഷമായ ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത്. എന്നാൽ ആക്രമണങ്ങൾ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. 4 ദിവസങ്ങളോളം നീണ്ടുനിന്ന വെടിനിർത്തൽ. ഇതിനിടയിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജോർദാനും ബഹ്റിനും നേർക്ക് ശക്തമായ ആക്രമണങ്ങൾ തുടർന്നു. ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു. 5ഓളം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് അമേരിക്ക പ്രതിരോധിച്ചത്. തൊട്ടുപിന്നാലെ ഇറാനെ തച്ചു തകർക്കും, ഇറാനിന് ബാക്കിയുണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഊഴമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും സെൻകോവിനോട് ഏറ്റവും ശക്തമായ ആക്രമണം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ലോകം കണ്ടത് ഏറ്റവും ശക്തമായ അമേരിക്കൻ സേനയുടെ നീക്കങ്ങൾ.
ഇതിനിടയിൽ ജോർദാനും ബഹ്റിനും നേർക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചില ആക്രമണങ്ങൾ തുടർന്നു. UAE, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. വടക്കൻ കുവൈറ്റിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് മുകളിലാണ് ഇറാൻ മിസൈൽ പതിച്ചത്. ഇറാനിൽ കനത്ത ആക്രമണം തുടരുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴായിരുന്നു മറുവശത്ത് കുവൈറ്റിന് നേർക്കുള്ള ഇറാൻ ആക്രമണം. US-നെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമസിൽ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയും ഇറാൻ സേന ആക്രമണം തുടർന്നു. ജോർദാനിലെ അസ്രഖ് സൈനിക താവളം ആക്രമിച്ചുവെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഈജിപ്തിലെ ദെയ്മത്ത തുറമുഖത്ത് നങ്കുരവിട്ടിരുന്ന US വാതക സംഭരണ കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണവും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തി. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യയിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഈജിപ്തിനെ ഇറാൻ ലക്ഷ്യമിട്ടു. ഈജിപ്ത്, ജോർദാൻ കേന്ദ്രീകരിച്ചായിരുന്നു അമേരിക്കൻ സേനാ നീക്കങ്ങളേറെയും. ഈജിപ്ത് തുറമുഖത്തുള്ള 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഉത്തരവാദിത്തം പക്ഷേ ഇറാൻ പരസ്യമായി ഏറ്റെടുത്തില്ല. ആരെയും പരസ്യ കുറ്റപ്പെടുത്തലിന് ഈജിപ്ത് മുതിർന്നില്ല. സൗദിയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളിൽ വീണ്ടും ആക്രമണം. തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ ഇതിനിടയിൽ ഇറാൻ തുടക്കമിട്ടു. ഒമാനുമായി ചേർന്നുള്ള ഒരു സംയുക്ത നീക്കം. ഹോർമുസിൻ്റെ നിയന്ത്രണം സംബന്ധിച്ചായിരുന്നു ഒമാനും ഇറാനും ഇടയിൽ നടന്ന ചർച്ചകൾ. ഖത്തർ എനർജിയുടെ 2 വാതക ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ ഇതിനിടയിൽ കടന്നുപോയി. മേഖലയിലെ US സൈന്യത്തെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പറയുന്നു. ഇതിനെ തുടർന്ന് അതിശക്തമായ ആക്രമണങ്ങൾ 2 രാത്രികളിലായി അമേരിക്കൻ സേന തുടർന്നു. ബുധനാഴ്ച രാവിലെയാണ് ജോർദാനിലെ US സേനാ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണങ്ങൾ. ഇതിനെ തുടർന്നായിരുന്നു അതിശക്ത ആക്രമണ തരംഗം അമേരിക്ക തുടക്കമിട്ടത്. ഇറാനിൽ വീണ്ടും അതിശക്തമായ ബോംബുകൾ അമേരിക്ക വർഷിച്ചതോടെ വീണ്ടും പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് ലോകം കരുതി. മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ റഡാർ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ 1 ഡസനിലധികം കേന്ദ്രങ്ങൾ വ്യാഴാഴ്ച രാത്രി അമേരിക്ക ആക്രമിച്ച് തകർത്തു. ഹോർമുസ് കടലിടുക്ക് തീരത്തെ ഹെഷം ദ്വീപിലുണ്ടായ US ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത്ര ശക്തമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിട്ടും വ്യാഴാഴ്ചയും ജോർദാനിലേക്ക് ഇറാനിയൻ മിസൈലുകളെത്തി. 5 എണ്ണം ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു. വാഷിംഗ്ടൺ തങ്ങളുടെ ശത്രുവിനെതിരെ അതിശക്ത ആക്രമണങ്ങളുടെ തരംഗമാണ് സൃഷ്ടിച്ചത്. 3 ദിക്കുകളായി തിരിഞ്ഞുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ. ഒരു വശത്ത് അമേരിക്ക ഇറാന് നേരെ അതിശക്ത ആക്രമണങ്ങൾ തുടരുന്നു. മറുവശത്ത് ഇറാഖിലെ ഇറാൻ സായുധ മിലിഷ്യകൾക്ക് നേരെ സൗദി അറേബ്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന സംയുക്ത ആക്രമണം. യമനിലെ ഹൂതികൾക്ക് നേരെ സൗദി അറേബ്യ മുൻകൈയെടുത്ത് രൂക്ഷമായ യുദ്ധം നടക്കുന്നു. ഈജിപ്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ഇതോടെയാണ് സമുദ്ര പ്രതിരോധ സഖ്യവുമായി സൗദി അറേബ്യ മുന്നിട്ടിറങ്ങിയത്. ഈ സഖ്യത്തിനൊപ്പം രാജ്യങ്ങൾ ചേർന്നതോടെ ഇറാൻ വീണ്ടും ആശങ്കയിൽ. അതിശക്ത ആക്രമണം, പിന്നീട് ചെറിയ ഇടവേളകളിൽ വെടിനിർത്തൽ. ഇതാണ് എപ്പോഴും ട്രംപ് പുലർത്തുന്ന ശൈലി. ചർച്ചകൾക്കും ആക്രമണങ്ങൾക്കും ഒരേ മൂർച്ച നൽകുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇറാനെതിരെ അതിശക്ത ആക്രമണങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വർഷിക്കുന്നത്? അവരുടെ ആയുധശേഷിയിൽ ഇതുവരെ വലിയ കുറവ് വന്നിട്ടില്ല എന്ന സംശയമാണ് ലോകത്തിന്. ഇറാനെ അതികഠിനമായി ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച് സെൻകോം നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷവും ഇറാൻ ജോർദാനും ബഹ്റിനും മറ്റ് രാജ്യങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രത്യാക്രമണങ്ങൾ തുടർന്നു. സമാധാനത്തിന് നിർമ്മാതാവായിരിക്കും ലോകത്തിന് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ 2ാം വരവ്. എന്നാൽ ഇറാനെതിരെയുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ പലപ്പോഴും പാളുന്നുവോ എന്ന് ലോകം സംശയിക്കുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത ആക്രമണം. അതിനുശേഷം ഇറാനെ തച്ചുടയ്ക്കാനായി ഇസ്രയേൽ മുൻകൈയെടുത്ത അമേരിക്കയെ ഒപ്പം ചേർത്ത് നടത്തിയ തുടർ ആക്രമണങ്ങൾ. ഒടുവിൽ അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച വെടിനിർത്തൽ തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടായിരുന്നു ആദ്യം ഇസ്രയേൽ സ്വീകരിച്ചതെങ്കിലും പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു നിശബ്ദനായി. തുടർന്ന് ഇറാൻ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ചുടുപ്പിച്ചതോടെയാണ് പ്രത്യാക്രമണത്തിന് ട്രംപ് ഇറങ്ങിത്തിരിച്ചത്. ശത്രു ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തെടുത്തത്. പ്രതിരോധിച്ച് ശത്രുവിനെ തളർത്തുക.
അമേരിക്കൻ പക്ഷത്ത് ആയുധശേഖരത്തിൽ വലിയ കുറവ് വരുന്നു എന്ന റിപ്പോർട്ടുകൾ വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് കരുതിയതിനേക്കാൾ കടുപ്പമേറിയതാണ് ഇറാന് നേർക്കുള്ള ആക്രമണങ്ങളെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. ഇപ്പോഴിതാ സൗദി അറേബ്യ അമേരിക്കയ്ക്കൊപ്പം പരസ്യ യുദ്ധമുന്നണിയിലേക്ക് കടന്നു വരുന്നത് ട്രംപിനെ കൂടുതൽ ബലവത്താക്കുന്നു. മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൗസിലെത്തി ട്രംപിനോട് അടച്ചിട്ട മുറിയിൽ 90 മിനിറ്റോളം സംസാരിച്ചു. അതിൻ്റെ അനന്തരഫലങ്ങൾ രൂക്ഷയുദ്ധമായി ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് ചെകുത്താനും കടലിനുമിടയിലാണ്. ഇറാനെ തകർക്കാതെ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയുന്നില്ല. ഇറാൻ ഇപ്പോഴും നടത്തുന്ന ആക്രമണങ്ങൾ, അതിനുള്ള ശക്തി ഇപ്പോഴും അവർക്ക് കൈമോശം വന്നിട്ടില്ല എന്നുറപ്പിക്കുകയാണ് ലോകം. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഒരു സൈനിക നീക്കത്തിലൂടെ ഇറാനെ ഇനി പൂർണ്ണമായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തച്ചുടയ്ക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.